അവരെയും കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചിട്ടുള്ളതാണ്. ആമേൻ. മാതാവ് ജെറിന്റെ മമ്മി കൂടെയുണ്ട്. ആമേൻ. ഇവര് രണ്ടുപേരും ജോലിക്കായി കടന്നു പോകുമ്പോൾ മമ്മി ആമേൻ കുഞ്ഞുങ്ങളെ താലോലിക്കുന്നതും സ്നേഹിക്കുന്നതും കരുതുമൊക്കെ ആമേൻ കാണാൻ ഞങ്ങൾക്ക് ദൈവാവസരം പല പ്രാവശ്യം തന്നു. അമ്മയെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അവരുടെ പിതാവ് നാട്ടിലോ ഉണ്ട്. പ്രിയ മകൾ ലുജിയയുടെ പാരൻസ് നാട്ടിലുള്ള സിസ്റ്ററുണ്ട്. ഈ വത്സന്റെ കുടുംബം അവരെ കർത്താവിന്റെ രാജ്യത്തിൽ വളരെ പ്രയോജനപ്പെടുന്നവരാണ്. പ്രീശുലോ ഞാൻ സുവിശേഷ വചനങ്ങളൊക്കെ പറയുമ്പോൾ പ്രീശുലോ ശക്തമായിട്ട് ചില സന്ദേശങ്ങൾ പറയുന്നതിന്റെ കാരണം അവൻ ഇതിന്റെ പ്രാധാന്യം നമ്മൾ അറിയാൻ വേണ്ടിയാണ്. ഇതൊരു ഭക്തിയുള്ള കുടുംബമാണ്, ദൈവകൃപയിൽ നിൽക്കുന്നവരാണ്. പ്രീശുലോ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും ഞാൻ അവരെ നിർത്തിക്കൊണ്ട് പ്രശംസിക്കുകയല്ല. പ്രീശുലോ ഞാനിവിടെ വന്നിട്ട് 2 വർഷമായിട്ടുള്ളൂ. ആമേൻ. ഈ വത്സലെ കുടുംബം പ്രത്യേകിച്ച് ബ്രദർ ജെറിൻ അവരെ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോൾ ജോലിയുടെ കാര്യമാകട്ടെ യാത്രയാകട്ടെ എന്തുമാകട്ടെ ദൈവാലോചന ചോദിപ്പാനും പ്രത്യേകം വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവാശ്രയമുള്ള ഒരു മകനാണ്. പ്രിയപ്പെട്ടവർക്ക് ദൈവം കൊടുത്ത അവയെ രണ്ടാമത്തെ കുഞ്ഞിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവ് ഇന്ന് രാത്രി എന്നെ വരുത്തുന്നല്ലോ. അതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ അമേൻ പ്രിയ ജെറിൻ ബ്രദറിനോടും സിസ്റ്റർ രുചിയോടും ചോദിക്കുകയാണ്, അവയെ നിങ്ങൾക്ക് ദാനമായി തന്ന ഈ കുഞ്ഞുങ്ങളിൽ ഇളയ കുഞ്ഞിനെ ഇപ്പോൾ സമർപ്പിക്കുകയാണല്ലോ. അവയെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു. അവയെ നിങ്ങൾ ഈ കുഞ്ഞിനെ ദൈവകൃപയിൽ ദൈവത്തിന്റെ പത്രോപദേശപ്രകാരം നമ്മൾ വായിച്ചതുപോലെ ബാലൻ നടക്കുന്ന വഴിയിൽ പൈതലിനെ വളർത്തുവാൻ ഇരുവരും ഒരുപോലെ തീരുമാനിക്കുന്നു. ഉണ്ട്. നിങ്ങളുടെ തീരുമാനത്തെ സ്വർഗ്ഗം അനുഗ്രഹിക്കട്ടെ. ഈ കുഞ്ഞുങ്ങൾ അവയെ വരും കാലങ്ങളിൽ ദൈവരാജ്യത്തിനൊരു അസറ്റായി മാറും, അഭിമാനമായി മാറും. മാതാപിതാക്കളുടെ നല്ല തീരുമാനത്തിന്റെ സർവശക്തൻ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവം ആമയെ കൃപ ചെയ്ത് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. യഹോവയുടെ ആമേൻ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹവും ആശീർവാദവും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ആമേൻ. നമുക്ക് ആമേൻ ഈ പൈതലിന്റെ പേര് അവര് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പലർക്കും അറിയാം. എങ്കിലും ഒന്നുകൂടെ പൊതുസഭയിൽ പ്രേസിലോ കുഞ്ഞിന്റെ പേര് പ്രേസിലോ എന്ന് പറഞ്ഞാൽ ഓക്കെ. നോവ ജെറിൻ രാജു എന്നാണ് ഈ രണ്ടാമത്തെ അവർക്ക് ദാനമായി കൊടുത്ത കുഞ്ഞിന് അവർ പേരിട്ടിരിക്കുന്നത്. പ്രൈസിലോ ഈ ഹല്ലേലൂയ നോവോനെ സർവശക്തനാകുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കുടുംബം ഈ കുഞ്ഞിനെ ഉത്തരവാദിത്തപ്പെട്ട് ഭക്തിയോടെ വളർത്തിയെടുത്ത് ദൈവരാജ്യത്തിനും കർത്താവിനും ആമയെ മഹത്വം കൊണ്ടുവരുന്നതിന് പൈതലായി വളർത്തുവാനുള്ള അവരുടെ തീരുമാനത്തിൽ ആമയെ അന്ത്യത്തോളം അവർ ഉറച്ചു നിൽക്കട്ടെ. ആമയെ ദൈവസഭയിൽ നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രൈസിലോ സഭ എല്ലാവരും ദൈവത്തിൽ എഴുന്നേറ്റുന്നു. അവൻ ഇനിയും മുൻപോട്ട് വന്നാട്ടെ. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാവരും ഈ കുടുംബത്തിന് നേരെ വിശേഷ നോവമോന് നേരെ കരങ്ങൾ നീട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മാനുഷികരമല്ല, സ്വർഗത്തിലെ പിതാവിന്റെ കരങ്ങളിൽ അവൻ കൊടേണ്ടതിന് ചിലർ ശിശുക്കളെ അവന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. അവൻ കരം വെച്ച് ശിശുക്കളെ അനുഗ്രഹിച്ചു. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടെ കൽപ്പിച്ചു.
നാമത്തിൽ പിതാവേ.